ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് രാഹുൽ. ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. കുറച്ച് ദിവസം മുമ്പ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിന്റെ +2 മെട്രിക്സ് ആൻഡ് ഡിറ്റർമിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ലാഗ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി തൊട്ട് എല്ലാതും എന്റെ ഡെയിലി ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അന്ന് നമ്മൾ എടുത്തില്ല, അന്ന് നമ്മൾ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിൻ എടുത്തില്ല, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഇപ്പൊ പുതിയ ഒരു പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അന്ന് നമ്മൾ പഠിച്ചത് എ ഇൻവേഴ്സിനെ കുറിച്ചായിരുന്നു. എ ഇൻവേഴ്സിൽ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചതാണ്: സിമ്പിൾ വേ, പിന്നെ അതിന്റെ എലിമെന്ററി ഓപ്പറേഷനും, പിന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ വെച്ച് കുറച്ച് ചെയ്തിട്ടാണ്. അപ്പൊ അതെല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി ഇതുപോലെ കുറച്ചുകൂടി എളുപ്പ രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് ചെയ്യിപ്പിക്കുന്നത്. മിനിമം മാക്സിമം ആയിട്ട് ഏകദേശം എന്താണ് എല്ലാ ഇയറിലും വരുന്നതാണ്, ചോദ്യം വരുന്നതാണ്, 3-4 മാർക്കിന് വരുന്നതാണ്. അപ്പൊ അത് എഴുതുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ വീഡിയോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ഇപ്പൊ പുതിയ അന്ന് പറഞ്ഞ സംഭവം തന്നെയാണ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിൻ. അപ്പൊ അതിന്റെ ഇനി കുറച്ച് ചോദ്യങ്ങൾ, അന്ന് ചെയ്ത കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവില്ല, അന്ന് വിചാരിച്ച് പഠിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കും. ഇനി ഇപ്പൊ നമ്മൾ പുതിയൊരു ചോദ്യം ഇതിൽ എഴുതിക്കുന്നത് ഇഫ് എ ഇസ് ഈക്വൽ ടു ഒരു 3x3 മെട്രിക്സ് ആണ്. എന്താണ് 1 0 2 0 2 1 2 0 3. അതെന്ത് ചെയ്യാൻ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് a³ - 6a² + 7a + 2y = 0. മീൻസ് ഇതിന്റെ വാല്യൂ എന്ത് കിട്ടണം? 0 ആയിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ ഇതെന്താവും? പ്രൂവ് ദാറ്റ് ആയിരിക്കും. ഇത് നമുക്കൊരു ചോദ്യം ചോദിക്കുന്നത്, പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുന്നത് ഏകദേശം ഒരു 3 മാർക്ക് ഇല്ലെങ്കിൽ 4 മാർക്കിന്റെ നടുവിലായിരിക്കും ഇതിന് മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം നമുക്ക് എങ്ങനെ പ്രൂവ് ദാറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം വേണമെങ്കിൽ റൈറ്റ് സൈഡ് എടുത്തിട്ട് ഒരു കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡ് മാത്രം എടുക്കാം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ആദ്യം എന്താണ്? a³ a³ അർത്ഥം എന്താ? a³. അപ്പൊ നമുക്ക് സൊല്യൂഷൻ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ a³ a³ അർത്ഥം എന്താ? a × a ഇതല്ല അർത്ഥം. a³ പറഞ്ഞാൽ 3a, 1 2 3. അപ്പൊ ഇതൊരു 3 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ മീൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? a³ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി a തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? a ഒരു പ്രാവശ്യം കൂടി മൾട്ടിപ്ലൈ. അപ്പൊ നമുക്ക് ആദ്യം ഇത് മാത്രം ചെയ്യാം, a × a മാത്രം ചെയ്യാം. അപ്പൊ അതിന്റെ അർത്ഥം a² ആണ് അർത്ഥം അല്ലെ. അപ്പൊ a² എന്ത് വരും? ആദ്യം a എഴുതാം. എന്ത് എഴുതാം? 1 0 2, പിന്നെ എന്താണ് 0 2 1, പിന്നെ 2 0 3. ഓക്കെ, ഇത് നമ്മുടെ ഈ എഴുതി കഴിഞ്ഞു. ഇനി ഇവിടെ എന്താ പറഞ്ഞത്? ഡോട്ടിനർത്ഥം ഇൻറ്റു. ഓക്കെ, പിന്നെ വീണ്ടും അത് തന്നെ 1 0 2, പിന്നെ എന്താണ് 0 2 1, പിന്നെ 2 0 3. ഓക്കെ, ഇനി ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ ഓർക്കേണ്ടത്? അതിന്റെ ഓർഡർ നോക്കാം. ഓർഡർ മെയിൻ ആയിട്ട് നോക്കാം. ഓർഡർ എന്താണ്? ഇതിന്റെ ഓർഡർ എന്താണ്? 3/3 ആണ്. ഇതിന്റെ ഓർഡർ എന്ത് തന്നെയാണ്? 3/3 ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ ലാസ്റ്റ് 1 മീൻസ് ഇതിന്റെ കോളം പിന്നെ ഇതിന്റെ റോയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ ഏകദേശം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു വരുമ്പോൾ ഇതിന്റെ ഓർഡർ എന്താ കിട്ടുക? 3/3 പറഞ്ഞ ഓർഡർ തന്നെ കിട്ടും. കാരണം ഇതിന്റെ ഫസ്റ്റ് ഈ റോവും സെക്കൻഡ് ഈ റോയും അതാണ് കിട്ടുക. അപ്പൊ 3/3 ആണ് ഇതിന്റെ ലാസ്റ്റ് മീൻസ് a² ചെയ്ത് വരുമ്പോൾ ഉത്തരം കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്യുമ്പോ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ = ചെയ്താൽ ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് 1 ഈ 1 വെച്ചിട്ട് ഈ 1 മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഈ 1 വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 1 × 1. ഓക്കെ, പിന്നെ നടുവിലിടുന്നത് പ്ലസ് ആണ് ഇടേണ്ടത്. പ്ലസ് ഇട്ടിട്ട് എന്തിടാ? 0 × ഇതല്ല, ഇതിന്റെ ഫസ്റ്റ് റോയും ഇതിന്റെ ഫസ്റ്റ് കോളം അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പൊ 1 × 1 ചെയ്തു. ഇനി 0 × ഇത് ചെയ്യാം. അപ്പൊ 0 × 0. ഓക്കെ, അടുത്തെന്ത് വരും? പ്ലസ്. വീണ്ടും ഇതിന്റെ ഫസ്റ്റ് റോയുടെ മൂന്നാമത്തെ, ഇതിന്റെ ഫസ്റ്റ് കോളത്തിന് മൂന്നാമത്തെ. അപ്പൊ എന്ത് ചെയ്യാം? 2 × 2. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വന്നത് മനസ്സിലായി? 1 × 1 0 × 0 2 × 2. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് റോ വെച്ച് തന്നെ സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഫസ്റ്റ് റോ തന്നെ വെച്ചിട്ട് തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഉത്തരം കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ ഫസ്റ്റ് റോ വെച്ച് തന്നെ സെക്കൻഡ് കോളം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? 1 × 0. ഓക്കെ, എന്താണ് മറ്റേ 1 × 0, പിന്നെ എന്ത് വരും? 0 × 2 അല്ലെ. അപ്പൊ പ്ലസ് 0 × 2. ഓക്കെ, അടുത്തെന്ത് വരും? 2 × 0 പ്ലസ് 2 × 0. ഓക്കെ, അപ്പൊ എന്തായി? ഫസ്റ്റ് റോ വെച്ച് തന്നെ സെക്കൻഡ് കോളം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് റോ വെച്ച് തന്നെ തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് 1 × 2 പ്ലസ് പിന്നെ എന്ത് വരും?
0 into 1. അപ്പൊ 0 into 1 പ്ലസ് പിന്നെ എന്ത് വരും 2 into 3. 2 into 3. ഓക്കെ, ഇതാണ് എന്ത് വരിക ഫസ്റ്റ് റോയും. ഫസ്റ്റ് റോ വെച്ചിട്ട് ഈ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരമാണ് ഇത് സംഭവം. ഇനി ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, സെക്കൻഡ് റോ വെച്ചിട്ട് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം, സെക്കൻഡ് റോ വെച്ചിട്ട് സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം, സെക്കൻഡ് റോ വെച്ചിട്ട് തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്താലേ ഫുൾ ആവും മൊത്തമായിട്ട്. അപ്പൊ ഇനി ഇതിന് വേണ്ടിട്ട് എന്ത് ചെയ്യാം, സെക്കൻഡ് ഇത് എടുക്കാം. അപ്പൊ 0 into 1 എന്താണ് 0 into 1 പ്ലസ് അടുത്തത് 2 into 0, 2 into 0. ഓക്കെ, 2 into 0. അതുപോലെ 1 into 2. ഓക്കെ, 1 into 2. അപ്പൊ എന്തായി, സെക്കൻഡ് റോ വെച്ചിട്ട് ഫസ്റ്റ് കോളം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇനി അതുപോലെ സെക്കൻഡ് റോ വെച്ചിട്ട് സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും 0 into 0. ഇത് വരും 0 into 0. ഓക്കെ, പ്ലസ് പിന്നെ എന്ത് വരും 2 into 2. ഓക്കെ, അടുത്ത നെക്സ്റ്റ് എന്ത് വരും 1 into 0. ഓക്കെ, ഓക്കെ, 0 into 0, 2 into 2, 1 into 0. ഓക്കെ ആയല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത് അതുപോലെ സെക്കൻഡ് റോ വെച്ച് തേർഡ് കോളമിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് വരും 0 into 2 പ്ലസ് പിന്നെ എന്ത് വരും 2 into 1, 2 into 1 പ്ലസ് പിന്നെ എന്ത് വരും 1 into 3, 1 into 3. ഓക്കെ, അപ്പൊ എന്തായി, സെക്കൻഡ് റോ വെച്ചിട്ട് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇത് കാണുന്നത്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ അറിയണമെങ്കിൽ പെട്ടെന്ന് ചെയ്താൽ മതി. ഇത് ഞാൻ പതുക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ അത് ഇനി അടുത്ത് എന്ത് വരും 2 into, ഇനി തേർഡ് കോളം വെച്ചിട്ട് തേർഡ് റോ വെച്ചിട്ട് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും 2 into 1. ഓക്കെ, 2 into 1 പ്ലസ് അടുത്ത എന്ത് വരും 0 into 0 പ്ലസ് പിന്നെ എന്ത് വരും 3 into 2. ഓക്കെ, ഇത് കഴിഞ്ഞു. തേർഡ് റോ വെച്ചിട്ട് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത് എന്ത് ചെയ്യണ്ടേ, തേർഡ് റോ വെച്ചിട്ട് സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതുപോലെ 2 into 0 പ്ലസ് 2 into 0 പ്ലസ് 0 into 2. ഓക്കെ, 0 into 2 പ്ലസ് അടുത്ത എന്ത് വരും 3 into 0. എത്ര വരും 3 into 0. ഓക്കെ, ഇനി അടുത്തത് ഇത് അപ്പുറത്ത്. അപ്പൊ എന്ത് വരും 2 into 2 പ്ലസ് പിന്നെ എന്ത് വരും 0 into 1, 0 into 1 പ്ലസ് പിന്നെ എന്ത് വരും 3 into 3. ഇതാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത സംഭവം. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചുരുക്കിയാൽ മതി. മീൻസ് 1 into 1 ഉം 0 into 0 ചെയ്താൽ മതി. അപ്പൊ അതെങ്ങനെ വരും നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ 1 into 1 1 പ്ലസ് 0 into 0 0 പ്ലസ് 2 into 2 4. ഇതാണ് വരാം. എന്താ വരാം 1 plus 0 plus 4. ഓക്കെ, ഇനി ഇതുപോലെ ഇപ്പുറത്ത്. അപ്പൊ എന്താ 1 into 0 0 പ്ലസ് 0 into 2 0 പ്ലസ് 2 into 0 0. ഓക്കെ, ഇനി അടുത്തത് ഇപ്പുറത്ത്. അപ്പൊ അടുത്തത് 2, 1 into 2 2 പ്ലസ് 0 into 1 0 പ്ലസ് 2 into 3 6. ഓക്കെ അല്ലേ, ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ. ഇനി അതുപോലെ ഇപ്പുറത്ത് താഴത്തെ എല്ലാം അതുപോലെ സോൾവ് ചെയ്യാം. ഓക്കെ, ഞാൻ പെട്ടെന്ന് സോൾവ് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, 0 into 1 0 പ്ലസ് 2 into 0 0 പ്ലസ് 1 into 2 2. ഓക്കെ അല്ല, 0 into 0 0 പ്ലസ് 2 into 2 4 പ്ലസ് 1 into 0 0. അടുത്തത് ഇവിടെ 0 into 2 0 പ്ലസ് 2 into 1 2 പ്ലസ് 3 into 1 3. ഓക്കെ അല്ല, അടുത്തത് ഇപ്പുറത്ത് 2 into 1 2 പ്ലസ് 0 into 0 0 പ്ലസ് 3 into 2 6. ഓക്കെ അല്ല, ഇനി ഇപ്പുറത്ത് അതുപോലെ തന്നെ 0 പ്ലസ് 0 പ്ലസ് 0, കാരണം 2 into 0 0, 0 into 2 0, 3 into 0 0. ഓക്കെ അല്ലേ, പിന്നെ 2 into 2 4 പ്ലസ് 0 into 1 0 പ്ലസ് 3 into 3 എത്രയാ 9. ഓക്കെ അല്ലേ, അപ്പൊ ഇതെല്ലാം കൂടി എന്തായാലും ഒരു ചെറിയൊരു സാധനമാക്കി മാറ്റി. ഇനി ഇതിനെല്ലാം കൂടി പ്ലസ് ചെയ്തിട്ട് ഒരു
ശരിക്കാക്കി എഴുതി കഴിഞ്ഞാൽ അതെന്തായി എ സ്ക്വയർ ആയി മാറി. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അതുകൂടി എഴുതാം താഴത്ത്. അപ്പൊ എന്തായി 1 + 0 + 4 എത്ര വരും 5. ഓക്കെ അല്ലേ? 0 + 0 + 0 വരും 0. 2 + 6 8 വരും. ഓക്കെ, 0 + 0 2, പിന്നെ എന്ത് വരും 4, പിന്നെ അപ്പുറത്ത് 5, പിന്നെ ഇപ്പുറത്ത് എന്ത് വരും 8, പിന്നെ ഇപ്പുറത്ത് 0, പിന്നെ ഇപ്പുറത്ത് 30. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് വരാം എ സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ ആണ് എന്ത് കിട്ടുക 5082458030. ഓക്കെ, അപ്പൊ നമുക്ക് എ സ്ക്വയർ കിട്ടിയില്ല. എ സ്ക്വയർ എന്ത് കിട്ടിയ 5082458030. പക്ഷെ നമുക്ക് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, എ സ്ക്വയർ കിട്ടിയിട്ടുള്ളൂ. എ സ്ക്വയർ കിട്ടി, എ കിട്ടി, പിന്നെന്താ എ ക്യൂബ് വേണല്ലേ. എ ക്യൂബിന് ഞാൻ പറഞ്ഞില്ലേ എ ഇൻറ്റു എ ആണ് എ ക്യൂബ്. പക്ഷെ അതിൽ നമ്മൾ എ സ്ക്വയർ മാത്രമേ ചെയ്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഈ എ സ്ക്വയറിന്റെ കൂടെ ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യണം, എ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എ ക്യൂബ് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പില് വേണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇത് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, എ സ്ക്വയർ ഇൻറ്റു എ ചെയ്താൽ മതി. അപ്പൊ എന്തായി അത് എ ക്യൂബോ. ഓക്കെ, അപ്പൊ എ സ്ക്വയർ എന്താ കിട്ടി 5082458030. ഓക്കെ, ഇൻറ്റു എന്ത് ചെയ്യാൻ പറഞ്ഞ എ എന്താണ് 1 0 2 0 2 1 2 0 3. ഇത് കൂടി ഇൻറ്റു ചെയ്താലേ മാത്രമേ എന്ത് കിട്ടുള്ളൂ എ ക്യൂബ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മുമ്പ് ചെയ്ത പോലെ തന്നെ എ സ്ക്വയർ എങ്ങനെ കിട്ടിയത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതിൽ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അതുപോലെ സെയിം രീതി തന്നെയാണ് ഇതിനും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മൂലയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, ഒരു മെട്രിക്സ് വരച്ചു. മെട്രിക്സ് വരച്ചിട്ട് എന്ത് ചെയ്യാം, ആദ്യം എന്ത് ചെയ്യേണ്ടത് 5 × 1 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 5 × 1. ഓക്കെ, പ്ലസ് മുമ്പ് ചെയ്ത പോലെ തന്നെ മുമ്പ് എന്ത് ചെയ്ത 1 × 1 ചെയ്തില്ല, അതുപോലെ തന്നെ ഇപ്പൊ എന്ത് ചെയ്തു 5 × 1 0 × 0 8 × 2. മൾട്ടിപ്ലിക്കേഷന് മാറ്റില്ല, മൾട്ടിപ്ലിക്കേഷൻ ആ രീതി തന്നെ, പക്ഷെ എന്താണ് നമ്മുടെ വാല്യൂസ് മാത്രം മാറി. പിന്നെ 0 × 0. ഓക്കെ, പിന്നെ പ്ലസ് അടുത്ത എന്താണ് 8 × 2. ഓക്കെ, അപ്പൊ എന്തായി ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം നമ്മൾ ചെയ്ത് കഴിയും. ഇനി അതുപോലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യണം. അപ്പൊ എന്തായി 5 × 0 അടുത്തത്, പിന്നെ എന്ത് വരും പ്ലസ് 0 × 2. എന്താ 0 × 2 പ്ലസ് പിന്നെ എന്ത് വരും 8 × 0. എന്തായാലും 8 × 0. ഓക്കെ അല്ല, ഇനി അതുപോലെ തന്നെ അടുത്തത് എന്ത് ചെയ്യും, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്യാം. അപ്പൊ എന്തായാലും 5 × 2. ഓക്കെ, 5 × 2 പ്ലസ് പിന്നെ എന്താണ് 0 × 1. തന്നെ 0 × 1 പ്ലസ് അടുത്ത എന്ത് വരും 8 × 3. ഓക്കെ, 8 × 3. ഇതാണ് ഒരു മാട്രിക്സ്. ഓക്കെ, അപ്പൊ അടുത്തത് വീണ്ടും ഇതുപോലെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യണം. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യാം. ഇത് മനസ്സിലായത് കുഴപ്പമൊന്നുമില്ല. അടുത്ത നമുക്ക് ചെയ്യാം. എന്താണ് 2 × 1 പ്ലസ് എന്തായാലും 4 × 0 കേട്ടോ. 4 × ഈ 0 അല്ല, 4 × ഈ 0 ആണ്. അപ്പൊ അടുത്ത എന്തായാലും 4 × 0 പ്ലസ് അടുത്ത എന്തായാലും 5 × 2. ഓക്കെ, 5 × 2. 5 × 2. ഓക്കെ, അടുത്ത എന്തായാലും 2 × 0. അടുത്ത നെക്സ്റ്റ് ഇതിൽ എഴുതാൻ വേണ്ടിട്ട് 2 × 2 പ്ലസ് 4 × 2. ആണോ, ഇങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 2 × 0 അല്ലേ, അപ്പൊ ഇത് 2 × 2 ആണ് എഴുതി വെച്ചത്, അത് തെറ്റിപ്പോയിട്ടാണ്. അപ്പൊ എന്താ മാറ്റും, അത് മാറ്റിയിട്ട് എന്താക്കാം 0 ആക്കാം കേട്ടോ. ഓക്കെ, 0 ആക്കാം. ഇനി എന്ത് ചെയ്യണം, അപ്പൊ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം കഴിഞ്ഞു. ഇനി എന്താ സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്യാം. അപ്പൊ എന്താണ് 2 × 2 പ്ലസ് അടുത്ത 2 × 2 പ്ലസ് 4 × 1. 4 × 1 പ്ലസ് അടുത്ത എന്താണ് 5 × 3. 5 × 3. ഓക്കെ അല്ല,
കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായി, സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം കൂടി കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത് ചെയ്യേണ്ടത്, തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ എന്താണ് 8 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 13 ഇൻറ്റു 2. നോക്കി നോക്കിയേ, 8 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 13 ഇൻറ്റു 2. ഓക്കെ ആയല്ലോ, ഇതുവരെ കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത് 8 ഇൻറ്റു 0. അപ്പൊ എന്താണ് 8 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 2 0 ഇൻറ്റു 2 പ്ലസ് 13 ഇൻറ്റു 0. ഓക്കെ അല്ല, ഇതും കുഴപ്പമുണ്ടാവില്ല. നോക്കിയൊക്കെ 8 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 2 പ്ലസ് 13 ഇൻറ്റു 0. ഓക്കെ അല്ല. ഇനി ലാസ്റ്റ് ഒരു സാധനം ഉണ്ട്, എന്താണ് ഇത് തന്നെ വെച്ചിട്ട് തേർഡ് കോളം കൂടി ചെയ്യാം. അപ്പൊ എന്തായാലും 8 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 1 പ്ലസ് അതെന്തരും 13 ഇൻറ്റു 3. ഇങ്ങനെയാണ് എന്ത് വരാം നമുക്ക് ഈ 0 നന്നായിട്ട് എഴുതി. ഓക്കെ, അപ്പൊ എന്താണ് 13, ഇത്രയാണ് നമ്മുടെ എന്ത് വരുന്നത് എ ക്യൂബ് വരാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് എ ക്യൂബ് കിട്ടും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ 5 ഇൻറ്റു 1 5 പ്ലസ് 0 ഇൻറ്റു 0 0 പ്ലസ് 8 ഇൻറ്റു 2 16. ഓക്കെ അല്ല, ഞാൻ ഇതിന്റെ അടിയിൽ തന്നെ ചെയ്ത് പോകാം പെട്ടെന്ന്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പിന്നെ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ 2 ഇൻറ്റു 1 2 പ്ലസ് പിന്നെ 4 ഇൻറ്റു 0 0 പ്ലസ് അടുത്ത 5 ഇൻറ്റു 2 എത്രയാ 10. ഓക്കെ അല്ലേ. നെക്സ്റ്റ് 8 ഇൻറ്റു 1 എത്രയാ 8 പ്ലസ് 0 ഇൻറ്റു 0 0 പ്ലസ് 13 ഇൻറ്റു 2 26. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഭാഗം 5 ഇൻറ്റു 0 0 പ്ലസ് 0 ഇൻറ്റു 2 0 പ്ലസ് 8 ഇൻറ്റു 0 0 2 ഇൻറ്റു 0 0 പ്ലസ് 4 ഇൻറ്റു 2 8 പ്ലസ് 5 ഇൻറ്റു 2 0. ഓക്കെ, 8 ഇൻറ്റു 0 0 പ്ലസ് 0 ഇൻറ്റു 2 0 പ്ലസ് 13 ഇൻറ്റു 0 0. ഓക്കെ ഓക്കെ, ശരിയല്ലേ. ഓക്കെ, പിന്നെന്താണ് അടുത്തത് ഇവിടെ 5 ഇൻറ്റു 2 എത്രയാണ് 10 പ്ലസ് 0 ഇൻറ്റു 1 0 പ്ലസ് 8 ഇൻറ്റു 3 24. ഓക്കെ, അടുത്തത് വരും 4 പ്ലസ് 15. ഓക്കെ, 5 ഇൻറ്റു 3 15 4 ഇൻറ്റു 1 4 2 ഇൻറ്റു 2 4. ഓക്കെ, അടുത്തത് 8 ഇൻറ്റു 2 എത്ര വരും 16 പ്ലസ് 0 ഇൻറ്റു 1 0 പ്ലസ് 13 ഇൻറ്റു 3 39. ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഇത് വലിയ സാധനത്തിൽ എന്താക്കി ചെറിയൊരു കഷ്ണമാക്കി മാറ്റി. ഇനി ഇതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്തേലും ലാസ്റ്റ് ഉത്തരം 5 പ്ലസ് 16 5 പ്ലസ് 0 പ്ലസ് 16 എത്ര വരും 21. ഓക്കെ, 2 പ്ലസ് 0 പ്ലസ് 10 എത്ര വരും 12. ഓക്കെ, 8 പ്ലസ് 0 പ്ലസ് 26 എത്ര വരും 34. ഓക്കെ, പിന്നെ 0 ഇവിടെ 0 പ്ലസ് 0 0. നെക്സ്റ്റ് എന്ത് വരും 8 താഴെ എത്ര വരും 0. ഓക്കെ, ഇനി 10 പ്ലസ് 0 പ്ലസ് ഇത് 34. ഇനി എന്ത് വരും 4 പ്ലസ് 4 8 പ്ലസ് 15 23. ഓക്കെ, നെക്സ്റ്റ് പിന്നെ 16 പ്ലസ് ഇത് 39. അപ്പൊ എത്ര വരും 55. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് കിട്ടാം എ ക്യൂബ് കിട്ടാം. ഓക്കെ, ജസ്റ്റ് നോക്കാം. നമ്മുടെ ഇപ്പോ എ ക്യൂബ് വരെ കിട്ടിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യം എന്തായിരുന്നു എ ക്യൂബ് മൈനസ് 6a² പ്ലസ് 7a പ്ലസ് 2y ഇസ് ഈക്വൽ ടു 0. അത് തെളിയിക്കാനായിരുന്നു. അപ്പൊ ഇത് നോക്കിയൊക്കെ എ ക്യൂബ് കിട്ടി, a² കിട്ടി, a ഉണ്ട്. ഇനി ഐ അത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം ഈ ഇക്വേഷൻ നോക്കിയില്ലേ അതിൽ എന്ത് ചെയ്യാം ഈ എല്ലാ വാല്യൂസും എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു തരണം സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു തരണം. ഓക്കെ, substitute the values of a cube and okay, substitute the values of a cube, a² and a in the
ഗിവൺ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് എഴുതേണ്ടത്. ഗിവൺ ഇക്വേഷൻ. ഓക്കെ, ഇത് ഈ എല്ലാ വാല്യൂസും എന്താണ്, എ ക്യൂബും എ സ്ക്വയറും എയും അതെന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി ഇതിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പൊ ആദ്യം എന്താണ്, എ ക്യൂബ് അല്ല, ആ എ ക്യൂബിന്റെ വാല്യൂസ് ഒക്കെ കിട്ടിയില്ല, അതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. അപ്പൊ എന്ത് വരും, 21 12 34. ഓക്കെ, പിന്നെ എന്ത് വരും, 0 8 0. പിന്നെ ഇവിടെ തന്നെ 34 23 55. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് കൊടുത്തു, എ ക്യൂബിന്റെ സ്ഥലത്ത് എന്ത് കൊടുത്തു, എ ക്യൂബിന്റെ സ്ഥലത്ത് എന്ത് കൊടുത്തു, എ ക്യൂബിന്റെ വാല്യൂ ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് എന്താണ്, മൈനസ്. അപ്പൊ മൈനസ് ഇട്ട് കൊടുക്കാം. മൈനസ് 6 into 6 into എ സ്ക്വയർ. എ സ്ക്വയർ എത്രയാ, ഈ വാല്യൂ, ആ വാല്യൂ ഇട്ട് കൊടുക്കാം. എന്തിട്ട് കൊടുക്കാം, 5 0 8. ഓക്കെ, ഇപ്പഴത്തെ എന്ത് കൊടുക്കും, 2 4 5. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ കൊടുക്കുന്നത് 8 0 30. അപ്പൊ എന്തായി, എ സ്ക്വയർ കൊടുത്തു, എന്നാൽ എ ക്യൂബും കൊടുത്തു, എ സ്ക്വയറും കൊടുത്തു. ഇനി എന്താ പറഞ്ഞ അടുത്തത്, പ്ലസ്. അപ്പൊ പ്ലസ് 7 into, ഓക്കെ, 7 into എ ആണ് കൊടുക്കാൻ പറയുന്നത്. എ പറഞ്ഞാൽ ഇതല്ല ഇതല്ല, എന്താ കൊടുക്കേണ്ടത്, ഇതാണ് കൊടുക്കുന്നത്. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ അതാണ് കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ് 1 0 2, പിന്നെ എന്താണ് 0 2 1, പിന്നെ എന്താണ് 2 0 3. ഓക്കെ, ഇതാണ്. ഇനി അപ്പൊ ഇത് കൊടുത്തു, ഇത് കൊടുത്തു, ഇത് കൊടുത്തു. ഇനി എന്താ കൊടുക്കണ്ടേ, 2i. ഇനി പ്ലസ് ഇടാം, പ്ലസ് ഇട്ടു 2 2. ഇനി എന്താണ് ഈ ഐ? ഐ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഓർഡർ തന്നെയാണ്, ഇതൊരു എന്താണ് 3/3 മെട്രിക്സ് ആണ്, ആണല്ലോ. 3/3 മെട്രിക്സ് ആണ്. അപ്പൊ 3/3 മെട്രിക്സിനാണെങ്കിൽ ഇതിനെന്ത് വിളിക്കുക, ഐനെന്ത് വിളിക്കുക, ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. ഐഡന്റിറ്റി മെട്രിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയഗണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നായിരിക്കണം. ഡയഗണൽസ് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, 1 1 1, ഇങ്ങനെ ഡയഗണൽസ്. അപ്പൊ ഇത് മാത്രം എന്തായിരിക്കണം, 1 ആയിരിക്കണം. ബാക്കി എല്ലാ സ്ഥലത്തുള്ള എന്തായിരിക്കണം, ഇതും 3/3 ആയിരിക്കണം. എന്ത് ഓർഡറാണ് നമ്മള് ഇക്വേഷൻ ചോദിച്ചിട്ടാണെങ്കിൽ ആ ഓർഡറിൽ എന്തായിരിക്കണം ഐഡന്റിറ്റി എടുക്കുന്നത്. ഇപ്പൊ 2/2 ആണെങ്കിൽ 2/2 ആയിട്ട് മെട്രിക്സ് എടുക്കുക. അപ്പൊ എന്തൊരു 1 0 0, എന്തൊരു 0 1 0 0 0 1. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ 3/3 ആയ കാരണമാണ് എന്ത് ചെയ്തു, 1 0 0 0 1 0 0 0 1 ഇട്ട് കൊടുത്ത ഒരു കാര്യം. ഓക്കെ, ഇനി എല്ലാം കൂടി എന്ത് ചെയ്യണം, അപ്പൊ എല്ലാ വാല്യൂസും കൊടുത്തു. എ ക്യൂബ് കൊടുത്തു, 6 കൊടുത്തു, എ സ്ക്വയർ കൊടുത്തു, എന്താണ് പ്ലസ് 7 കൊടുത്തു, എ കൊടുത്തു, ദെൻ 2 കൊടുത്തു, ദെൻ ഐ കൊടുത്തു. ഓക്കെ, ഇനി എല്ലാം കൂടി സോൾവ് ചെയ്തുമ്പോൾ എന്ത് കിട്ടണം, 0 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയ. ഇതൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് 3-4 മാർക്ക് കിട്ടി. ഓക്കെ, കുറച്ച് ലെങ്തി ആണ്, പക്ഷെ എന്താണ് എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ എളുപ്പമുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇതിനൊന്നും ചെയ്യാനില്ല, നമുക്ക് ഇതിനൊന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ സാധനം തന്നെ വീണ്ടും എടുത്തേക്കാം. അപ്പൊ 21 12 34, പിന്നെ എന്താണ് 0 8 0, പിന്നെ എന്താണ് 34 23 55. അത് എഴുതി. ദെൻ ഇനി എന്ത് ചെയ്യാം, മൈനസ് ഇടാം. മൈനസ് ഇട്ടിട്ട് ഈ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതെല്ലാം കൂടി എന്ത് ചെയ്യണം, 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 6 into 5 എത്രയാ, 30. 6 into 0 0, 6 into 8 48. Okay, 6 into 2 12, 6 into 4 24, 6 into 5 30, പിന്നെ 6 into 8 48. Okay, 6 into 0 0, 6 into 30. അപ്പൊ എത്ര വരും, 8 6 7 78 വരും അല്ലെ. തെറ്റിപ്പോയത്, മൾട്ടിപ്ലൈ ഒക്കെ നോക്കിയപ്പോൾ ഇപ്പൊ 30ന്റെ ടേബിൾ ഒന്നും അറിയില്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ 7 വെച്ചിട്ട് ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യണം. 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 7 0 14, 7 into 2 14, 7 into 0 0, 7 into 2 14, 7 into 1 7, 7 into 2 14, 7 into 0 0, 7 into 3 21. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അതുപോലെ ഇപ്പുറത്തു പ്ലസ് ഇട്ടിട്ട് 2 വെച്ചിട്ട് ഇതെല്ലാം കൂടി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ എന്താണ് 2 0 0 0 2 0 0 0 2. ഓക്കെ,
മാട്രിക്സ് ഒന്ന് ഇടാൻ നമുക്ക് ഇതിങ്ങനെ കിട്ടിയില്ലേ, ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത സംഭവമാണ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പൊ മറ്റേത് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു, ഇത് ഇതായിരുന്നു അല്ലെ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആയിരുന്നു. ഇത് നേരെ നേരെ റോ മാത്രം ഇങ്ങനെ ചെയ്യാം, എന്താണ് കുറയ്ക്കുക. അപ്പൊ 21 മൈനസ് 30, അപ്പൊ 21 മൈനസ് 30 എന്ന് പറയുമ്പോൾ -9. വലുതാരാ 30 അല്ല, പിന്നെ അതിന് ചിഹ്നം എന്തായാലും മൈനസ് വരാം, അതുകൊണ്ട് -9. 0 മൈനസ് 0 0. പിന്നെ എന്ത് വരും, 34 മൈനസ് 48, അപ്പൊ എത്ര വരും, -14. ഓക്കെ. പിന്നെ 12 മൈനസ് 12 എത്ര വരാം, 0, പ്രശ്നമില്ല. 8 മൈനസ് 24 എത്ര വരുന്നത്, -16. ഓക്കെ. 23 മൈനസ് 30 അപ്പൊ എത്ര വരും, -7. പിന്നെ 34 മൈനസ് 48 എത്ര വരും, -40. ഓക്കെ, -40. 0 മൈനസ് 0 0 മൈനസ് 0 എത്ര വരും, 0. 55 മൈനസ് 78 അപ്പൊ എത്ര വരും, -23. ഓക്കെ. അപ്പൊ എന്തായി, ഇത് രണ്ടും കൂടി ചെയ്തു വന്നപ്പോൾ കിട്ടിയ ഉത്തരമാണ് ഇത്. -9 0 -9 -40 0 -16 -7 -14 0 -23. അപ്പൊ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് രണ്ടും കൂടി ചെയ്യാം. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാൻ പറഞ്ഞാൽ പ്ലസ് ചെയ്യാനോ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതിനു മുമ്പിൽ ഒരു പ്ലസ് ഉണ്ട്, അത് ഇട്ടോ. ഇനി ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. അപ്പൊ എന്താണ്, 7 + 2 9. എത്രയാണ്, 9. ബാക്കിയെല്ലാം 0 ആയതുകൊണ്ട് ആ വാല്യൂസ് തന്നെ വരുള്ളൂ, വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. 14. ഇനി നടുവിലത്തെ ടേം മാത്രം വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതെന്തോ 14 എന്താവും മാറും, 16 ആയി മാറും. ബാക്കി എന്തായി മാറും, 0. 7 + 0 7. ഓക്കെ. ഇനി 14 + 0 14 + 0 എത്രയാ, 14. 0 + 0 0. പിന്നെ എത്ര, 21 + 2 23. ഓക്കെ. ഇനി ഇത് രണ്ടും കൂടി ഇനി എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, പ്ലസ് ചെയ്യാനാണ് പറഞ്ഞത്. ഒരു -9 + 9 എന്താ വരാ, 0. 0 + 0 0. -14 + 14 എന്താ വരും, 0. അപ്പൊ എല്ലാം ഫസ്റ്റ് എന്ത് കിട്ടി, എല്ലാം 0 കിട്ടി. രണ്ടാമത്തെ 0 + 0 എത്ര കിട്ടും, 0. -16 + 16 എത്രയാ, 0. -7 + 7 എത്രയാ, 0. ഇനി അടുത്ത -14 + 14 എത്രയാ, 0. നെക്സ്റ്റ് 0 + 0 എത്രയാ, 0. അടുത്ത -23 + 23 എത്രയാ, 0. അപ്പൊ എന്ത് കിട്ടി, മാട്രിക്സ് ഒരു 0 മാട്രിക്സ് ആണ് കിട്ടിയത്. ഇതിനെന്ത് വിളിക്കാം, 0 മാട്രിക്സ്. ഓക്കെ. ഇതെന്ത് വിളിക്കാം, 0 മാട്രിക്സ്. അപ്പൊ 0 മാട്രിക്സിൽ എല്ലാം 0 ആണെങ്കിൽ അതെന്തിന്റെ ഈക്വൽ ആണ്, അതെന്തിന്റെ ഈക്വൽ ആണ്, 0ന്റെ ഈക്വൽ ആണ്. ഓക്കെ. എല്ലാം 0 ആണെങ്കിൽ നമുക്ക് ഒറ്റ 0 ആയിട്ട് എഴുതിയാൽ മതി. എന്താണ് 0? അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, a³ - 6a² + 7a + 2y = 0 ആക്കണം. 0 കിട്ടിയില്ലേ, സോ എന്താണ്, പ്രൂവ് ആയി. അപ്പൊ നമ്മൾ ലാസ്റ്റ് എന്ത് എഴുതിക്കാം, LHS = RHS. പിന്നെ എന്തിനാ, hence proved. ഓക്കെ. ഇത്രയാണ് ഉത്തരം. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 3-4 മാർക്ക് കിട്ടും. 3 മാർക്കാണെങ്കിൽ 3 മാർക്ക് കിട്ടും, 4 മാർക്കാണെങ്കിൽ 4 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ. ഇത് മിനിമം ഒരു പ്രാവശ്യം വിട്ടിട്ട് ഒരു ഇയർ വിട്ടിട്ട് അങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറ്. ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നോക്കി, ഇത് സിമ്പിൾ ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കുറച്ച് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് ഒക്കെ മൈനസ് ഒക്കെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണമെങ്കിൽ ഇത് ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഒരു ഇതാണ്, സംഭവമാണ്, ഒരു ചോദ്യമാണ്. ഓക്കെ. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഈ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താണ്, ഈ ചോദ്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്യാം, അതിന്റെ ഡൗട്ട്സ് ഒക്കെ പറയാം. എന്തായാലും മനസ്സിലാവുന്ന ചോദ്യം കൂടിയാണ്, ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്, പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് സെക്ഷനിൽ അറിയിക്കാം. മീൻസ് ഇവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടി ആ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇനി ഇതുപോലത്തെ ഒരു അടുത്ത വീഡിയോ കൂടി വരും. അടുത്ത മീൻസ് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി അറിയിക്കുക. മീൻസ് ഇങ്ങനെ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു വീഡിയോ ഉണ്ടെന്ന് മനസ്സിൽ അത് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.